തിരുവനന്തപുരത്തേക്കാണ് റിനു ശ്രീധരാണ് ചേരുന്നത്. റിനു, ഗുഡ് മോർണിംഗ്. എന്തൊക്കെ പ്രധാനപ്പെട്ട വാർത്തകൾ തിരുവനന്തപുരത്ത് നിന്ന്, ഒപ്പം തെക്കൻ കേരളത്തിൽ നിന്നും? റിനു. ഉന്മേഷ്, തെക്കൻ കേരളത്തിൽ പതിവ് പോലെ ഇന്നും ഏറ്റവും ചൂടുള്ള വാർത്ത ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും കമ്മീഷണറുമായിരുന്ന എൻ വാസുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. 90 ദിവസം പൂർത്തിയാകുന്ന സാഹചര്യത്തിൽ സ്വാഭാവിക ജാമ്യമായിട്ടാണ് ഇന്ന് കോടതി പരിഗണിക്കുക. അതുകൊണ്ട് തന്നെ ജാമ്യം ലഭിക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ അഞ്ചാമത്തെ ആൾ, അതായത് സ്വർണ്ണപ്പാളി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കസ്റ്റഡിയിലായിട്ടുള്ള അഞ്ചാമത്തെ ആളാണ് ഇന്നിപ്പോൾ എൻ വാസു ജാമ്യം ലഭിക്കുക. ഒപ്പം മുൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ KS ബൈജുവിന്റെ ജാമ്യാപേക്ഷയും ഈ 90 ദിവസം തികയുന്നു. റിമാൻഡ് കാലാവധി തികയുന്ന സാഹചര്യത്തിൽ സ്വാഭാവിക ജാമ്യമായി പരിഗണിക്കുന്നുണ്ട്. മറ്റേറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത, ഇന്ന് മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് മുൻപ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യോഗം കൂടിയാണ്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ ഉണ്ടാകും. ശമ്പള പരിഷ്കരണ കമ്മീഷൻ ഉൾപ്പെടെ ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം, അതിലൊരു തീരുമാനം ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് നൽകാൻ കഴിയുന്ന വിവരവും. ഒപ്പം നമ്മൾ കണ്ടതാണ് സമാനതകളില്ലാത്തൊരു പ്രതിഷേധം ഇന്നലെ SFI കേരള സർവകലാശാലയിൽ നടത്തിയത്. മോഹൻ കുന്നുമേൽ ഇടപെട്ട്, വൈസ് ചാൻസലർ ഇടപെട്ട് SFIയുടെ യൂണിയനെ അസാധുവാക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. നിയമപരമായി തീരുമാനിക്കാൻ, അതായത് നടപടിയെടുക്കുവാൻ തന്നെയാണ് SFIയുടെ തീരുമാനം. എന്തായാലും പുതിയ ഒരു യൂണിയനെ തെരഞ്ഞെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ സർവകലാശാലയുടെ ഭാഗത്തിൽ നിന്ന് അതിവേഗമാക്കിയിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും ഫണ്ട് അനുവദിച്ചുകൊണ്ട് സർവകലാശാല കലോത്സവം ഉൾപ്പെടെ നടത്തുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക. ഒപ്പം KGM-CTA സമരം 16 മുതൽ OP ബഹിഷ്കരിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ്. ഇന്ന് മെഴുകുതിരി കത്തിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധമുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് സർക്കാർ ക്ഷണിക്കുകയും അവരെ കൃത്യമായി ചർച്ച ചെയ്യുകയും വിഷയങ്ങൾ പരിഹരിക്കുകയും ചെയ്യുമെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ ഒരു രീതിയിലുള്ള ഇടപെടലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും സമരമുഖത്തേക്ക് KGM-CTA കടക്കുന്നത്. ഉന്മേഷ്. ശരി, റിനു ശ്രീധരാണ് ഇപ്പോൾ തിരുവനന്തപുരം മേഖലയിൽ നിന്നുള്ള വാർത്തകൾ സംബന്ധിച്ച വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.